നമസ്കാരം സുഹൃത്തുക്കളെ. കൊൽക്കത്ത ബറോയ്പൂരിൽ 12-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ മുഖ്യപ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയുടെ ഒളിയിടം വളഞ്ഞായിരുന്നു ഏറ്റുമുട്ടലെന്നും പോലീസ് വിശദീകരിക്കുന്നു. ബിനുരാജ് ചേരുന്ന വിവരങ്ങളുമായി. ബിനുരാജ്, വലിയ ക്രൈമാണ് നടന്നത്. എന്നിരിക്കലും ഈ പോലീസ് പ്രതികളെ വിചാരണയ്ക്കൊക്കെ മുമ്പേ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? അബ്ജോദ്, നേരത്തെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ സമാനമായ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഈ BJP സർക്കാർ അധികാരത്തിലേറിയ ശേഷം അവിടെ ബംഗാളിൽ നിന്ന് അത്തരത്തിലുള്ള ആദ്യ വിവരം ഇപ്പോൾ പുറത്ത് വരികയാണ്. വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവം. ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് എന്ന മാപ്രയാണ് ഈ വാർത്ത നമ്മളിലേക്ക് വിളമ്പി തന്നത്. ഞാനും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് വാർത്തയായിട്ടൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാറുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വികാരം നമ്മൾ പ്രകടിപ്പിക്കും. ഇത്തരക്കാരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പൂറ്റുന്നേക്കാൾ നല്ലത് തീർത്ത് കളയണം എന്ന തരത്തിലായിരിക്കും നമ്മളൊക്കെ സംസാരിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബംഗാളിൽ, അതായത് ബംഗാൾ പോലീസ്, നമുക്കറിയാം കൃത്യമായിട്ടും അവൻ ഓടാൻ ശ്രമിച്ചതൊന്നുമല്ല, അവനെ ബോധപൂർവം തന്നെ തീർത്തതാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ വർഷങ്ങളെടുക്കും. ചിലപ്പം 10-15 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ അവസാനത്തെ ഒരു വിധി വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ജീവപര്യന്തമോ അല്ലെങ്കിൽ 5-6 വർഷമോ ഒക്കെ കിട്ടി രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത പുറത്തറിഞ്ഞു കഴിയുമ്പോൾ പെൺമക്കളുള്ള ഏതൊരു പിതാവിനും ഏതൊരു മാതാവിനും തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള രോഷമുണ്ടാവും. ഇത്തരക്കാരെയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്, കൊന്നുകളയണമെന്ന്. അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ തന്നെ സന്തോഷിക്കുകയുള്ളൂ. പക്ഷെ അവരൊരിക്കലും ഇങ്ങനൊരു വാർത്ത കേട്ടാലും അതത്ര സുഖകരമായിട്ടില്ല എന്ന ഒരു പരാമർശം നടത്തില്ല. ഇവിടെ അബ്ജോദ് അതാണ് പറഞ്ഞത്. അബ്ജോദിൻ്റെ വേറൊരു തരത്തിൽ അതിനെ പറയാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വിധിയാണ് അവിടെ പോലീസ് നടപ്പിലാക്കിയത്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ അയാൾ പറഞ്ഞു വെച്ചത് എന്താണ്? അതത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അവന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ച പെൺമക്കളുള്ള അമ്മമാർ പ്രതികരിക്കും. ആർക്കെതിരെ? അബ്ജോദിനെതിരെ. നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, അത്ര നിശിതമായിട്ടാണ് അയാളെ അവിടെ വിമർശിച്ചിരിക്കുന്നത്. പുരുഷന്മാരല്ല, സ്ത്രീകൾ. അതിൽ എല്ലാ മതസ്ഥരുമുണ്ട്. അതിൽ ഒരു കമൻറ്റിന് ആയിരക്കണക്കിന് ലൈക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിനക്ക് അത്രയും സുഖകരമായിട്ട് തോന്നുന്നില്ല എങ്കിൽ അയാളെ വിളിച്ചുകൊണ്ട് വന്ന് നിൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുക എന്ന തരത്തിലാണ് അബ്ജോദിനോട് പറഞ്ഞത്. അബ്ജോദ് ഇത് കാണുകയാണെങ്കിൽ ഈ ജനരോഷം തനിക്ക് നേരെ എത്ര മാത്രമുണ്ട് എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? മുൻപ് ഇതില്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് സ്വീകരണ മുറിയിലോ മറ്റോ ഇരുന്ന് നമ്മൾ ഈ ടെലിവിഷൻ ചാനൽ കാണും. അപ്പോൾ ഒരുപക്ഷെ ചില വാർത്തയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെതിരെ വികാരമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രതികരിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ അവിടെ അങ്ങനെ കടിച്ച് പിടിച്ച് അങ്ങനെ ഇരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇത്തരം വാർത്തയ്ക്ക് താഴെ കൃത്യമായിട്ട് നമ്മുടെ വികാരം പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റും. അവർക്കത് കാണാനും പറ്റും. അവർ കാണുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ടീം തന്നെ, ആ ഡെസ്കിൽ ഇരിക്കുന്നവർ തന്നെ, ഇത് കണക്ക് അബ്ജോദെ ഒരു കമൻറ്റ് നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്, ഒന്നല്ല 100 കണക്കിന് കമൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പരാമർശം ശരിയല്ല എന്ന തരത്തിൽ. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമുക്ക് ഭരണഘടനയുണ്ട്, ഇവിടെ നിയമമൊക്കെ ഉണ്ട്. ഇവിടെ കൊന്നാലും ബലാത്സംഗം ചെയ്താലും ഒക്കെ അത് അതിൻ്റെ രീതിയിൽ വർഷങ്ങളെടുത്ത് നടന്നു പോകുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം കാണും നമുക്കെല്ലാം അതിനെ ചുറ്റിപ്പറ്റി ഒരു വികാരവും മെഴുകുതിരി കത്തിക്കലും പ്രതിഷേധവും മറ്റുമൊക്കെ. കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇതിനോട്, അല്ലെങ്കിൽ പുതിയൊരു കേസ് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ അങ്ങ് മറക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില കൂടിയ വക്കീലന്മാരെയൊക്കെ ഇറക്കി ഒരുപക്ഷെ തെളിവുകൾ വരെ തേച്ച് മായച്ച് ഇവറ്റകളൊക്കെ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് അമ്മമാരുണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ അവരെയൊക്കെ തീർച്ചയായിട്ടും ഇത്തരം ഒരു വാർത്ത സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. എനിക്ക് സത്യത്തിൽ ആ വാർത്തയിൽ ഒരു അത്ഭുതവും തോന്നിയില്ല കേട്ടോ. കാരണം പശ്ചിമബംഗാളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വരില്ലായിരുന്നു. കാരണം അത് ആ സമയത്ത് മമതാ ബാനർജിയാണ് ഭരിക്കുന്നത്. ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്, സുവേന്ദു അധികാരിയാണ്. അതിനാൽ തന്നെ ഉറപ്പായിട്ടും UP യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് എന്താണോ ഫോളോ ചെയ്യുന്നത് അത് ഇദ്ദേഹവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോലീസും കാണിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതിനാൽ ഈ 12 വയസ്സുള്ള ഈ ചെറിയ പെൺകുട്ടിയെ അവളുടെ സുഹൃത്തിന് പിറന്നാൾ സമ്മാനം വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഈ 4-അംഗ സംഘം ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ബലാത്സംഗം ചെയ്യും, അതിക്രൂരമായ രീതിയിൽ കൊന്നുകളയുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് ഇതല്ലാതെ ഇതിൽ കുറഞ്ഞ് ശിക്ഷയില്ല. അതിൽ പ്രധാനിയെ പോലീസ് വെടിവെച്ച് കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ പെൺകുട്ടികളുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആ വാർത്തയിൽ സന്തോഷിക്കും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾക്ക് ആ വാർത്ത അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ പറയാം, ഇത്തരക്കാരെയൊന്നും ഈ ഭൂമിക്ക് മേളിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം. എങ്കിലും ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ പോവേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ അയാൾക്ക് ഒന്ന് പരാമർശിച്ച് പോകാം. അതിന് പകരം അയാൾ പറഞ്ഞ എന്താണ്, അത് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല എന്ന്.
അപ്പോൾ സുഖകരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുത്തത്. ആര്? ജനങ്ങൾ കൊടുത്തത്. അതും സ്ത്രീകളാണ്. എല്ലാ മതത്തിലും പെട്ട സ്ത്രീകൾ അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഈ അബ്ജോദ് വർഗീസ് എന്ന വ്യക്തിക്കെതിരെയാണ്, അയാളുടെ വാർത്താ അവതരണ രീതിക്കെതിരെയാണ്. അപ്പോൾ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു, അവരുടെ പ്രതികരണം എന്താണ് എന്ന് ഇതുപോലുള്ള മാപ്രകളും ഇടയ്ക്ക് അതിൻ്റെ സുഖമൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്.